Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി Ammus Collections സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ്, ടോപ്പ് മെറ്റീരിയൽസ് ആണ്. അത് റെഡി ഫോർ സെയിൽ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് റോ കോട്ടൺ ഉണ്ട്, കോട്ടൺ സിൽക്ക് ഉണ്ട്, എല്ലാം ബഡ്ജറ്റിൽ വരുന്ന ടോപ്പ് മെറ്റീരിയൽസ് ആണ്. 2.5 മീറ്ററിൻ്റെ ടോപ്പ് മെറ്റീരിയൽസിൻ്റെ യോക്ക് പോർഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നുവെച്ചാൽ സ്ലീവ്സിലില്ല, ഫ്രണ്ട് പോർഷനിലാണ് വർക്ക് വരുന്നത്. അപ്പം ചിലതൊക്കെ ഒരു കുഞ്ഞു പാർട്ടീസിലൊക്കെ ഇടാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണ്, ഈ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറിയുടെ ഡിസൈൻസ് ഇനി കാണണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ തന്നെ റോ കോട്ടൺ മെറ്റീരിയൽ ആണ്. 2.5 മീറ്റർ ആണ്. റോ കോട്ടൻ്റെ കളർ വന്നിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് ബ്രൗൺ കളറാണ് അതിൻ്റെ കളർ. ഒരു പ്രത്യേക തരം ഒരു ബ്രൗൺ കളറാണ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ നെക്ക് ലൈനിലാണ് നമ്മുടെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കും ഡിസൈനിങ് വരുന്നത്. അതായത് ഒത്തിരി തെറിച്ചു നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബ്രൗണിൻ്റെ തന്നെ 2 ഷെയ്ഡ് ഓഫ് ബ്രൗൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ആൻറ്റിക് ഗോൾഡ് ബീഡ്സും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലീവ്സ് ആണെങ്കിൽ ഡാർക്ക് ഒലീവ് ഗ്രീൻ ലീവ്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലൊരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നെക്ക് ലൈനിൽ കൂടെ മാത്രമാണ് ഡിസൈനിങ് വരുന്നത്. വേറെ എവിടെയും ഡിസൈനിങ് ഇല്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പ് മെറ്റീരിയലിലാണ് ഇത്. 2.5 മീറ്റർ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു കളർ പാൻസ് ഇടുവാണെങ്കിൽ, സ്കിൻ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ പാൻറ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്കും വൈറ്റും ഇടുന്നേക്കാളൊക്കെ ഭേദം ഈ ഒരു കളർ പാൻറ് ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 790 ആണ് ഇതിൻ്റെ റേറ്റ്. 2.5 മീറ്ററിൻ്റെ റോ കോട്ടൺ മെറ്റീരിയലിൽ ഈ നെക്ക് ലൈനിൽ എംബ്രോയിഡറി ചെയ്ത കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് ആദ്യത്തെ ടോപ്പ് മെറ്റീരിയൽ. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടു നോക്കാം. രണ്ടാമത്തെ വന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് മെറ്റീരിയലാണ്. ഗ്രീനും ഒരു റെഡിൻ്റെ ഒരു കുറച്ച് മിക്സും കൂടെ വന്ന്, റെഡും ഗ്രീനും കൂടെ കൂടിയ ഒരു ഡബിൾ ഷെയ്ഡ് റോ കോട്ടൺ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കഴിഞ്ഞ് ചെസ്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഒരു കുഞ്ഞു പാട്ടിക്കൊക്കെ ഇടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നെക്ക് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ പോർഷനിൽ ഫുള്ളും ബീഡ്സും ട്യൂബ്സും അതുപോലെ തന്നെ ബുളിയൻ നോട്ട് വർക്കുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുഞ്ഞു ചെയിൻ സ്റ്റിച്ചും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ ബീഡ്സും ട്യൂബ്സും ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ചെസ്റ്റ് ഫുള്ളും കവർ ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതിന് പൈപ്പിംഗ് ഒക്കെ വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ റെഡ് പൈപ്പിംഗ് അല്ലെങ്കിൽ ഗോൾഡൻ പൈപ്പിംഗ് വെച്ച് തയ്ച്ചാൽ കുറച്ചുകൂടെ ഒരു എലഗൻറ്റ് ലുക്ക് നമുക്ക് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ടോപ്പ് മെറ്റീരിയൽ. ഇതും റോ കോട്ടൺ ആണ്. 2.5 മീറ്റർ ആണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 800 റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടു നോക്കാം. അടുത്തത് വന്നിട്ട് നല്ല റോയൽ ബ്ലൂ കളർ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ്. ഇതും 2.5 മീറ്റർ ടോപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ നെക്കിൻ്റെ ഒരു പോർഷനിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ എംബ്രോയിഡറി വരുന്നത്. നെക്കിൻ്റെ ഷോൾഡറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്ലിറ്റിൻ്റെ അവിടം വരെ, താഴം വരെയുണ്ട്. നമ്മൾ സ്ലിറ്റിൻ്റെ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ വരെ ഈ സൈഡിൽ കൂടെ എംബ്രോയിഡറി പോയിരിക്കണം. ഇതും കാസ്റ്റ് ഓൺ സ്റ്റിച്ചും ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡഡ് പിങ്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സും തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു നെക്ക് ലൈൻ സൈഡിൽ കൂടെ, നെക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. സ്ലീവ്സിലൊന്നും വർക്കില്ല. ഇതിൻ്റെ അകത്ത് ഈ പിങ്ക് കളറോ അല്ലെങ്കിൽ വൈറ്റ് കളർ പാൻസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇത് അത്യാവശ്യം കാണുമ്പോൾ കാണാൻ കുറച്ചധികമായിട്ട് വർക്കുള്ളവർ നമുക്ക് ഫീൽ ചെയ്യാം. എന്ന് വെച്ചാൽ നീളത്തിലായതുകൊണ്ട് കുറച്ചും കൂടെ വർക്ക് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് കാസ്റ്റ് ഓൺ റോസസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. റോസപ്പൂവിൻ്റെത് ചിലത് മൊട്ട് പോലെ മേലിരിക്കുക, താഴെ പെറ്റലായിട്ടും, അതുപോലെ തന്നെ ചിലത് ഫുൾ റോസപ്പൂവായിട്ടുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 700 ആണ് ഇതിൻ്റെ റേറ്റ്.
അടുത്തത് ഒരു പിങ്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ്. അതിൻ്റെ ഈ നെക്കിൻ്റെ താഴത്തോട്ട് ചെസ്റ്റിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്ലൂ റോസിറ്റി ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഒരു കുഞ്ഞ് ഫ്രഞ്ച് നോട്ട്, വൈറ്റ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ ആൻഡ് വൈറ്റ് ഫ്രഞ്ച് നോട്ട്സും ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലൂ കളർ പാൻറ്റോ അതുപോലെ തന്നെ വൈറ്റ് കളർ പാൻറ്റ് ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫുൾ ചെസ്റ്റ് മുഴുവനും കവർ ചെയ്തത് ഇതുവരെ നിൽക്കും. അപ്പോൾ ഇവിടെ നല്ല എന്ന് വെച്ചാൽ വയറിൻ്റെ ഇവിടെ മുതൽ മേളിലോട്ട് നെക്കിൻ്റെ താഴം വരെ നെക്കിൻ്റെ നെക്ക് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെസ്റ്റ് മുതൽ വയറിൻ്റെ അവിടം വരെ ഈ വർക്ക് ഉണ്ടാക്കും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്, എന്നാൽ ഫുള്ളി ഫ്രണ്ട് പോർഷൻ വർക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 600 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. നമ്മുടെ ഏറ്റവും അവസാനത്തെ പീസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ മെറ്റീരിയൽ. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു പാസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുക്കേ കൂടെ ഒരു ലാഡർ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കാറ്റർ ചെയ്തിട്ട് ഓരോരോ സ്പോട്ട്സ് ആയിട്ട് നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈനിങ്ങും. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് കുറച്ച് നല്ലതായിട്ടിരിക്കുന്നത്, നല്ല ഭംഗിയിലിരിക്കുന്നത്. വർക്ക് ഒത്തിരി ഹെവി വർക്ക് അല്ല, പക്ഷെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ള കളർ കോമ്പിനേഷൻ. ഈ കളർ പാൻറ് ഇട്ടാൽ കുറച്ചും കൂടെ എടുപ്പ് കിട്ടും. അപ്പോൾ ഇതും മെറ്റീരിയൽ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇന്നത്തെ 5 ടോപ്പ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.